ഒരു ചെറിയ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചക്ക പറിച്ച് ചക്കപ്പഴം എടുത്ത് വെച്ചില്ലേ, അത് വെച്ചിട്ട് ഒരു ചക്കപ്പുട്ട്. ഈ ചക്കപ്പുട്ട് എന്ന് പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെഞ്ഞാറമൂട് സ്ഥിരം ഉണ്ടാക്കുന്ന സാധനമാണ്. അച്ഛൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ വെക്കേഷൻ സമയത്ത് ഈ ചക്കപ്പഴത്തിൻ്റെ സീസണിൽ പ്രത്യേകിച്ച് വരിക്കച്ചക്കയൊക്കെ ഉണ്ടാകുമ്പം എല്ലാ ദിവസവും ഉണ്ടാവുന്ന സാധനമാണ് വൈകിട്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് കറി വേണ്ട, മാത്രമല്ല ഇച്ചിരി മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പഴുത്ത ചക്കേനേക്കാളും പച്ചച്ചക്കയാണ് ഇഷ്ടം. അപ്പം അമ്മയ്ക്ക് ചക്ക കറി വെക്കുന്നതോ അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. എനിക്കാണ് പഴുത്ത ചക്കപ്പഴം എനിക്കാണ് വീട്ടിലിഷ്ടം. അപ്പം ഞാനാണ് ഈ ചക്കപ്പഴം, ചക്കപ്പുട്ട്, അതുപോലെ തന്നെ ചക്കയപ്പത്തിൻ്റെ അകത്ത് ചക്കയട എന്ന് പറയില്ലേ അത്, അതുപോലെ തന്നെ ഈ ചക്ക വരട്ടി, ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട ഐറ്റംസാണ്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ എൻ്റെ തന്നെ മിക്കവാറും ഞാനെല്ലാം ഉണ്ടാക്കാനായിട്ട് പഠിച്ചും വെച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ കൊണ്ടുവന്ന ചക്കകളെല്ലാം വെട്ടിപ്പറിച്ചപ്പോൾ അതിൽ ഒരു ചക്ക കൊത്തൻ ചക്കയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറി വെക്കാനായിട്ട് ഇന്ന് കറി വെച്ചു. പിന്നെ ഇന്നലെ വെട്ടിപ്പറിച്ചതിൽ 2 ചക്ക വെട്ടിപ്പറിച്ചതിൽ കുറച്ചെടുത്ത് ഇന്നലെ കഴിക്കുക എല്ലാം എടുത്ത്, പിന്നെ എന്തുവാണ് രണ്ടാമത്തെ കുറച്ചെടുത്ത് നമ്മൾ ചക്കപ്പുട്ട് ഉണ്ടാക്കി ഇന്നലെ. അപ്പോഴാണ് ആലോചിച്ചത്, എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം അല്ല, നമ്മുടെ തനി തിരുവനന്തപുരം ലോക്കൽ ഐറ്റമാണ്. അതുപോലെ തന്നെ വെഞ്ഞാറമൂട് ഭാഗത്താണ് ഇത് കൂടുതൽ എല്ലാവരും, എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന വെഞ്ഞാറമൂടാണ്. അപ്പോൾ അമ്മ പറയണ വെഞ്ഞാറമൂടിലത്തെ ഐറ്റമാണ് എന്നാണ് അമ്മ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ധാരണയിലാണ് ഞാൻ ഈ വെഞ്ഞാറമൂട് ഭാഗത്തുള്ള ഐറ്റമാണെന്ന് പറയണത്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ ശരിക്കും പറഞ്ഞാൽ ചക്കപ്പുട്ടിനാണെങ്കിൽ തേങ്ങ വേണ്ട, പക്ഷേ ഇവിടെ സാധാരണ പുട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ദീപുവിന് ചക്കപ്പുട്ടിനേക്കാളും സാധാരണ പുട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് തേങ്ങയിട്ട് സാധാരണ പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ചക്കപ്പുട്ടിലും ഇച്ചിരി തേങ്ങ വരുന്നത് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു ചെറുതായിട്ട് ഒരു ലെയർ തേങ്ങ ഇട്ട്, അത് തേങ്ങ ഇടണ്ട, തേങ്ങയ്ക്ക് പകരമാണ് നമ്മൾ ചക്ക അരിഞ്ഞത് ഇടുന്നത്. പക്ഷേ എനിക്ക് തേങ്ങ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഇടുന്നത്. ഇത്തിരി ചക്ക അരിഞ്ഞതാണ് ഇടുന്നത്. എന്നിട്ട് കുറച്ച് പുട്ടിൻ്റെ പൊടി നനച്ചത്, എന്നിട്ട് വീണ്ടും ചക്കയിട്ട്, എന്നിട്ട് ഇത് ഒന്നുകൂടെ പുട്ടിന് മാവിട്ട്, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചക്കയും കൂടെ ഇട്ട്, നല്ലോണം ചക്ക ഇട്ട് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ആ ചക്ക തന്നെ കുഴച്ചങ്ങ് തിന്നും. വേവിച്ച ചക്കപ്പഴമല്ലേ, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഒരു ഭംഗിക്ക് ഇച്ചിരി തേങ്ങയും കൂടെ വെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ തേങ്ങ ഇടുന്നതിന് പകരമാണ് നമ്മൾ ചക്ക ഇട്ടത്. തേങ്ങയെ വേണമെന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതാണ് നമ്മുടെ ചക്കപ്പുട്ടിൻ്റെ ഫൈനൽ ഔട്ട്കമ്മേ.